ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പായസമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിക്ക് പായസമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കരിക്കുണ്ടെങ്കിൽ വേഗം തന്നെ പായസം ഉണ്ടാക്കിക്കോളൂ, അല്ലെങ്കിൽ ഓണമാകുമ്പോൾ കരിക്കൊക്കെ വാങ്ങിച്ചിട്ട് പായസം ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കരിക്ക് പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കരിക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 കപ്പ് കരിക്കിൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മെഷറിംഗ് കപ്പിലല്ല കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മെഷറിംഗ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു 1.5 കപ്പ് കരിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കരിക്ക് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങനെ 2 രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ 2 രീതിയിൽ കരിക്ക് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് പായസത്തിൽ കഷ്ണങ്ങളായിട്ട് ചേർക്കാനും ഇത് നമുക്ക് അരച്ച് ചേർക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കരിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിക്കിൻ വെള്ളം എടുത്തിരിക്കുന്നത്. കരിക്കിൻ വെള്ളത്തിൽ തന്നെ അരച്ചെടുത്താലാണ് ആ ടേസ്റ്റ് ഉണ്ടാവുക. കരിക്കിൻ വെള്ളത്തിൻ്റെ ടേസ്റ്റും കൂടി നമുക്ക് പായസത്തിലേക്ക് കിട്ടുക. പിന്നെ ഇതിലേക്ക് ഏലക്ക വേണം. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാഷ്യൂനട്ടും റൈസിൻസും ചേർക്കാം. ചേർത്തില്ലെങ്കിലും ഈ പായസത്തിന് നല്ല ടേസ്റ്റ് തന്നെയാണ്. 1 ടീസ്പൂൺ ബട്ടർ ചേർത്താലും മതി. അത് നിങ്ങളുടെ തീരുമാനം അനുസരിച്ച് ഇഷ്ടം പോലെ. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചൗവരിയാണ്. ചൗവരി ചേർക്കുമ്പോൾ നമ്മുടെ പായസത്തിന് ഒരു കൊഴുപ്പുണ്ടാവും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചൗവരി ഞാനിപ്പോൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് കുക്ക് ചെയ്തിട്ട് ചേർക്കുകയാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലിൽ കിടന്ന് ചൗവരി വെന്ത് വരുമ്പോൾ കുറേ സമയം എടുക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാലൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ പാല് തിളപ്പിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. പാല് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. പാലൊന്ന് കുറുകി വരാനാണത്. ഇപ്പോൾ പാല് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല. പാല് തിളച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കാനുള്ളത്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കരിക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കരിക്ക് അരയ്ക്കാനായിട്ട്. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കരിക്കിൻ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അരയ്ക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി കരിക്കിൻ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം ആദ്യമേ തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ അരച്ചെടുക്കുമ്പോൾ വലിയ പീസുകളായിട്ട് വരും. പിന്നെ നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് അരയ്ക്കണ്ട, കുറച്ച് തിക്കായിട്ടിരിക്കണം ഈ ഒരു പേസ്റ്റ്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ കരിക്കിതാ നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കഷ്ണങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഒരുപാട് ലൂസായിട്ടല്ല ഒരുപാട് തിക്കായിട്ടല്ല നമ്മൾ കരിക്ക് അരച്ചെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ പാല് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാല് തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചൗവരി എടുത്തു വെച്ചിരുന്നത് ഒരു 3/4 വേവ് വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. 3/4 വേവ് വരെ മാത്രം വേവിക്കുക. ഓവറായിട്ട് വെന്ത് പോരുത്. എന്താണെന്ന് വെച്ചാൽ ചൗവരി ഓവറായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ആ ചൗവരിയുടെ ടേസ്റ്റോ സുഖമോ ഒന്നും കിട്ടില്ല. ചൗവരി പായസത്തിൽ ചേർക്കുന്നത് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി കിട്ടാനാണ്. ആ ചൗവരിയുടെ ടേസ്റ്റും കൂടി വരുമ്പോഴാണ് നമ്മുടെ പായസം പെർഫെക്റ്റ് ആവുന്നത്. അപ്പോൾ 3/4 ഭാഗം വേവിച്ചിട്ട് 2-3 പ്രാവശ്യം കഴുകി ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ച് കഴുകി എടുത്ത് വയ്ക്കുക. പാല് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചൗവരി ചേർക്കാം. അപ്പോൾ നമ്മുടെ പാല് വേഗം കുറുകി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് പൊങ്ങി തുടങ്ങുന്നുണ്ട്. ഞാനിതിലേക്ക് ഈ ചൗവരി ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കിയുള്ള കുക്കിംഗ് ചൗവരിയുടെ ഈ പാലിൽ കിടന്നിട്ട് കുക്കായി വന്നോളും. ചൗവരി കുക്കായതിനു ശേഷം മാത്രമേ നമ്മൾ മധുരം ചേർക്കാൻ പാടുള്ളൂ. അത് ഏത് പായസത്തിലാണെങ്കിലും ചൗവരി കുക്കായതിനു ശേഷം മാത്രം മധുരം ചേർക്കുക. ചൗവരി കുക്കാവുന്നതിന് മുന്നേ മധുരം ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചൗവരി കുക്കാവില്ല. അതുപോലെ തന്നെ ഹാർഡായിട്ട് നിൽക്കും. അതുകൊണ്ട് ചൗവരി ചേർക്കുന്ന പായസങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചുണ്ടാക്കണം. അപ്പോൾ ഇനി ചൗവരിയും കൂടി ചേർന്ന് ഒരു 7 മിനിറ്റ് ഈ പാലൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കരിക്ക് ചേർക്കാം ഇതിലേക്ക്. ഇപ്പോൾ നമ്മൾ ചൗവരി ചേർത്തിട്ട് ഒരു 7 മിനിറ്റ് ആയി. ഇതാ ചൗവരി നോക്കുമ്പോൾ കാണാം നന്നായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് പോലെ ആയി വന്നിട്ടുണ്ട്. ചൗവരി കുക്കായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരം ചേർക്കാം. നിങ്ങൾക്ക് എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ആദ്യം ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യമാകുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മധുരം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. അതുകൊണ്ട് ആദ്യം കുറച്ച് മധുരം ചേർക്കുക. ഇനി പഞ്ചസാരയും കൂടി ചേർന്ന് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് തിളയ്ക്കട്ടെ. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ. ഇനി നമ്മുടെ ചൗവരി കുക്കാവില്ല കേട്ടോ. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൗവരി അതുപോലെ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും
പായസത്തിലേക്ക് ചേർക്കുമ്പോൾ ചൗരി സെപ്പറേറ്റ് വേവിച്ചിട്ട് ചേർക്കുക. ഇല്ലാതെ പാലിലിട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ശർക്കര പായസത്തിൽ ചൗരി ചേർക്കുമ്പോൾ പായസത്തിലിട്ടിട്ട് ചൗരി വേവിക്കാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ആകുമ്പോൾ ചൗരി കുക്കായി കിട്ടില്ല. ഇതൊന്ന് നന്നായിട്ട് കുറുകി തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫാറ്റ് കൂടിയ മിൽക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള പാലിന് ഫാറ്റ് കുറവാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറുക്കി എടുക്കുന്നത്. നിങ്ങളുടെ പാലിന് ഫാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തിളച്ചിട്ട് ഉടനെ തന്നെ നമ്മൾ അടുത്തടുത്ത സ്റ്റെപ്പുകൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചൗരി നന്നായിട്ട് വേവിച്ചിട്ട് തന്നെ ചേർക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഏലക്കയാണ്. അപ്പോൾ ഏലക്ക പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. അതിൽ കൂടുതൽ വേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ കൂടുതലായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിക്കിൻ്റെ ടേസ്റ്റ് അത്രയും വരില്ല. അതുകൊണ്ട് ഏലക്കപ്പൊടി കുറച്ച് ചേർക്കുക. സാധാരണ പായസത്തിൽ ചേർക്കുന്ന അത്രയും ചേർക്കരുത്. പിന്നെ ജീരകം ചേർത്തിട്ടുണ്ടെങ്കിൽ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ജീരകം ചേർക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് എല്ലാ പായസത്തിലല്ല, ചില പായസത്തിൽ നമ്മൾ ജീരകം ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. ഇങ്ങനെയുള്ള പായസത്തിലൊക്കെ നമ്മൾ ജീരകം ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ഇതൊരു 2 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി തിളച്ചു തുടങ്ങിയിട്ട് 2 മിനിറ്റായി. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ പാലിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ട് വേണം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കരിക്ക് ചേർക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പാല് പിരിയും. അപ്പോൾ ഈ പാലിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കരിക്ക് ചേർത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പറയാം. ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് മാറി വന്നിട്ടില്ല, ചെറുതായിട്ടേ കുറഞ്ഞിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കരിക്ക് ചേർക്കാം. കരിക്ക് ചേർത്ത് കഴിയുമ്പോൾ പായസത്തിൻ്റെ കളർ തന്നെ അങ്ങോട്ട് മാറും കേട്ടോ. കരിക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കരിക്ക് മുഴുവനായിട്ട് ചേർക്കണം. അപ്പോൾ ഞാൻ ഈ കരിക്കിൻ്റെ അളവ് കപ്പിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കരിക്ക് എണ്ണം പറയാനാണെങ്കിൽ 4 കരിക്ക് എടുത്തിട്ടാണ് എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയത്. അപ്പോൾ നിങ്ങൾ വലിയ കരിക്കാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 കരിക്കൊക്കെ മതിയാവും. അപ്പോൾ കപ്പളവിൽ പറയുകയാണെങ്കിൽ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കപ്പളവിൽ പറഞ്ഞത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഈ കരിക്കുമായിട്ട് നന്നായിട്ട് മിക്സ് ആയി വരണം നമ്മുടെ പാല്. അപ്പോൾ തന്നെ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ചേർക്കാം. അപ്പോൾ ഞാനൊരു 3 ഏലക്കയാണ് ഇപ്പോൾ ചതച്ചെടുത്തത്. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മുടെ പായസത്തിലേക്ക് പിടിച്ചു വന്നോളും. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുത്തു വെച്ചിരുന്ന കരിക്കിൻ്റെ പീസുകളുണ്ടല്ലോ, അത് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കരിക്കിൻ്റെ പീസുകൾ കൂടുതൽ ചേർത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. നമ്മുടെ കരിക്കിൻ്റെ പീസുകൾ കൂടുതൽ ചേർക്കുന്നത് നമ്മുടെ പായസത്തിന് വളരെ നല്ലതാണ്. നമുക്ക് കടിക്കാൻ പീസുകൾ കിട്ടും. അപ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക, കുറവേ ഉള്ളൂന്നുണ്ടെങ്കിൽ ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് ആവി വരുന്നുണ്ട്, ഇത്രയും മതി കേട്ടോ. ഇനി ആവി വരണ്ട, തിളയ്ക്കണ്ട. നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡി ആയിക്കഴിഞ്ഞു. ഇതിനി ഒന്ന് ചൂട് മാറി വരുമ്പോൾ കുറുകി വരും. അപ്പോൾ നമുക്ക് ചൗവരിയും കരിക്കും എല്ലാം ചേർത്ത് പായസം കഴിക്കാം. നമ്മളൊരു പുഡിങ്ങൊക്കെ കഴിക്കുന്ന ടേസ്റ്റാണ്, നമ്മുടെ കരിക്ക് പുഡിങ്ങിൻ്റെ സെയിം ടേസ്റ്റാണ് ഈ പായസത്തിന്. മധുരം ചെക്ക് ചെയ്യുക, മധുരം ഓവറായി പോരുത്, ഒരു മീഡിയം മധുരത്തിൽ നിൽക്കുന്നതാണ് പായസത്തിന് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത്രയും മതി. അതാണെന്ന് വെച്ചാൽ അധികമായിട്ട് ഇങ്ങനെ തിളച്ചു മറിയേണ്ട ആവശ്യമില്ല. കണ്ടോ, പായസത്തിന് അത്യാവശ്യം തിക്നെസ് ഉണ്ട്. നമുക്ക് ഡെസേർട്ടായിട്ട് കഴിക്കാൻ പറ്റിയ പായസമാണിത്. സദ്യയിലൊക്കെ വിളമ്പാനാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ സദ്യയിൽ കരിക്ക് പായസം വിളമ്പാന്ന് വെച്ചാൽ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല, കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടി വരും. ഇതിപ്പോൾ നമുക്കൊരു ഡിന്നറിന് ഡെസേർട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ ചെറിയ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. ഐസ്ക്രീമിനൊക്കെ പകരമായിട്ട് പായസം സെർവ് ചെയ്യാം. കരിക്ക് പായസം ആകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റും ആണല്ലോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, എങ്ങനെയുണ്ട് ഈ പായസം എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികളൊക്കെ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക്
നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് നമ്മുടെ റെസിപ്പികളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.